എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഡോമർ വില്ലനെ കാണിക്കുന്നു. അവൻ എപ്പോഴത്തേതും പോലെ കാർഡ്സ് ഒക്കെ വെച്ച് ഇപ്പൊ നല്ല സ്റ്റൈലായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇത്തവണ അവൻ ഡയറക്റ്റ് ആയിട്ട് കളത്തിലിറങ്ങാതെ അവന്റെ ടീമിലുള്ളവരെ ഉപയോഗിച്ചാണ് അവനിപ്പോ ഫൈറ്റ് ചെയ്യുന്നത്. ലെവൽ 1, 2, 3 എന്നിങ്ങനെ ഓരോ ലെവൽസ് ആയിട്ട് ആൾക്കാരെ ഇറക്കി നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്ത് അവസാനം എല്ലാവരെയും കൊന്നു തള്ളാനാണ് അവന്റെ മാസ്റ്റർ പ്ലാൻ. സൂപ്പർ ഹീറോസിനെയും ജനങ്ങളെയും ഒരുപോലെ ഭയപ്പെടുത്താനാണ് അവൻ ഓരോ ലെവലുകളായിട്ട് സിറ്റിയുടെ പല ഭാഗത്തും ആക്രമണങ്ങള് അത് അഴിച്ചു വിടുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹീറോ അവൻ ചോരയിൽ കുളിച്ച് അങ്ങനെ നിൽക്കും. അവരുടെ തൊട്ടടുത്തായിട്ട് ചത്തുമലച്ച് ആ ഒരു വില്ലൻ അവൻ കണ്ണും തള്ളി അങ്ങനെ കിടക്കുകയാണ്. കൊട്ടപ്പയ്യനാണെങ്കില് ഇപ്പൊ ഒരുപാട് പേടിയാവും. കാരണം ഇവനെ പോലുള്ള ഒരുപാട് പേര് ആ കാട്ടിലുണ്ട്. ഇസുക്ക് പയ്യനാണെങ്കില് ഒരുപാട് അടികിട്ടി നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അത്രയും ബാഡ് സിറ്റുവേഷനിലാണ്. ഹീറോയ്ക്കാണെങ്കില് ഇനി കൊട്ടപ്പയ്യനെ അവനെ രക്ഷിക്കണം. മാത്രമല്ല ആ കാട് മുഴുവൻ ഇപ്പൊ കത്തിയെരിയാണ്. എങ്ങനെയെങ്കിലും ടോഡറോക്കെയും മാസ്റ്ററിനെയും കണ്ട് ഈ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു ധരിപ്പിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തണം. എങ്കിലും മാത്രമേ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. ഇസുക്ക് പയ്യൻ അവൻ കൊട്ടയോട് പറയും, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നീയും നിന്റെ പവർ ഉപയോഗിക്കണം. നമ്മുടെ രണ്ടുപേരും കട്ടയ്ക്ക് നിന്നാ ഉറപ്പായിട്ടും നമുക്ക് ഹോസ്റ്റലിൽ എത്താൻ കഴിയുമെന്ന് പറഞ്ഞ് ഹീറോ ആവട്ടെ കൊട്ടയെ തൂക്കിയെടുത്ത് ഹോസ്റ്റൽ ലക്ഷ്യമാക്കി ഇപ്പൊ ഓടാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇവിടെ മാസ്റ്റർ ആവട്ടെ ആള് ചുറ്റും നോക്കും. അപ്പൊ ഏതോ ഒരു വില്ലൻ അവൻ ചാടി വന്ന് മാസ്റ്ററിന്റെ മുഖത്ത് തന്നെ ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് മാസ്റ്ററിനെ കാണാനുണ്ടാവില്ല. വില്ലൻ ടെൻഷനായിട്ട് അവൻ ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ട് മുകളിലായിട്ട് മാസ്റ്റർ അങ്ങനെ ഹായായിട്ടിരിക്കുകയാണ്. മാസ്റ്റർ എടുത്തു ചാടി അവന്റെ കൈ പിടിച്ച് വലിച്ച് അവനെ മടക്കി ലോക്ക് ചെയ്യും. എന്നിട്ട് അവന്റെ നേരെ നോക്കി, നിനക്ക് ജീവൻ വേണമെങ്കിൽ നിന്റെ നേതാവ് അവൻ ആരാണെന്ന് പറ. അത് കേട്ട് വില്ലൻ അവൻ പേടിച്ചു വരണ്ടിരിക്കുമ്പോ അവിടേക്ക് കണ്ണാടി പയ്യനും മറ്റു 2 സ്റ്റുഡൻസും ഇപ്പൊ ഓടിയെത്തും. ആ ഗ്യാപ്പില് വില്ലൻ അവൻ മാസ്റ്ററെ തള്ളിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഉടനെ മാസ്റ്റർ ഇപ്പൊ സ്റ്റുഡൻസിനോട് ഹോസ്റ്റലിലേക്ക് പോവാൻ പറഞ്ഞ് വീണ്ടും ആ വില്ലന്റെ പിന്നാലെ ഓടും. കട്ട് ചെയ്താ ഇപ്പൊ കാടിന്റെ നടുവില് ട്വൈസ് എന്നു പേരുള്ള ഒരു വില്ലനെ കാണിക്കും. അവന്റെ സ്പെഷ്യൽ പവർ അവനെ പോലെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ മാസ്റ്റർ ആ കാട് മുഴുവൻ ഓടി വില്ലനെ പിടിക്കാൻ ശ്രമിക്കും. അപ്പൊ അതിന്റെ ഇടയില് നമ്മുടെ ഹീറോയെയും കൊട്ടയെയും മാസ്റ്റർ കണ്ടുമുട്ടും. ഹീറോ കൊട്ടയുടനെ മാസ്റ്റർ ഏൽപ്പിക്കും. എന്നിട്ട് മാസ്റ്ററോട് പറയും, ഈ കാട് മുഴുവൻ വില്ലന്മാര് കവർ ചെയ്തിരിക്കുകയാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഞാൻ അവരെ നേരിടാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. മാസ്റ്റർ ഇവനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് മാസ്റ്റർ ആൾ ടെൻഷനാവും. നീ ഓൾറെഡി നിന്റെ കൈ വീണ്ടും തകർത്തല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് വട്ടുണ്ടോ? മാത്രമല്ല അവസാനമായിട്ട് നീ സിറ്റിയിൽ ഫൈറ്റ് ഉണ്ടാക്കിയപ്പോ ഡോഗ് പോലീസ് നിന്നോട് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് താക്കീത് ചെയ്തതല്ലേ. അതൊക്കെ ഒറ്റയടിക്ക് മറന്ന് നീ വെറുതെ ഫൈറ്റ് ഇട്ടോണ്ടിരിക്കുകയാണോ? അത് കേട്ട് ഇപ്പൊ ഹീറോയ്ക്ക് ഒരുപാട് വിഷമാവും. അപ്പൊ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ കണ്ടംപൂച്ച പെണ്ണും ഏതോ ഒരു വില്ലനും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റാണ്. നമ്മുടെ പെങ്കുച്ച് അവൾ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ടയേർഡായിരിക്കുകയാണ്. ഇവിടെ മാസ്റ്റർ ഹീറോയോട് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ നമ്മുടെ മുൻപില് വേറെ വഴിയില്ല. ബാക്കിയുള്ള സ്റ്റുഡൻസിനും എത്രയും പെട്ടെന്ന് ഇൻഫർമേഷൻ കൊടുക്കണം. അവരുടെ ലക്ഷ്യം നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് ഒന്നും നോക്കണ്ട, എല്ലാത്തിനെയും അടിച്ചു നിരത്താൻ പറയും. കട്ട് ചെയ്താ നമ്മുടെ കണ്ടംപൂച്ച പെണ്ണിനെ അവളെ ഇടിക്കാനായിട്ട് മറ്റൊരു പച്ച വില്ലൻ അവളുടെ അടുത്തേക്ക് വരും. അത് കണ്ട ഇസുക്ക് പയ്യൻ അവൻ ചാടി വീണ് ആ ഒരു വില്ലനെ ഇപ്പൊ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കൊട്ടപ്പയ്യന് അവൻ ഒരുപാട് സങ്കടവും ടെൻഷനും ഒരുപോലെ വരും. കാരണം അവൻ ആദ്യമായിട്ട് ഇസുക്ക് പയ്യനെ കണ്ട സമയത്ത് അവൻ ഒരുപാട് വേദനിപ്പിച്ചു, ഇൻസൾട്ട് ചെയ്തു. ഇവിടെ ഇസുക്ക് പയ്യനെ ഒരു കണ്ണാടിക്കാരൻ വില്ലൻ അവൻ അടിക്കാനായിട്ട് തൊട്ടടുത്തെത്തും. അപ്പൊ ആ ഒരു പച്ച മോൺസ്റ്റർ അവന്റെ ഗണ്ണ് വെച്ച് ആ വില്ലനെ അവനെ തന്നെ ഷൂട്ട് ചെയ്ത് ഇപ്പൊ താഴെയിടും. എന്നിട്ട് ആ വില്ലനോട് പറയും, അത് ഇസുക്കാണ്, നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ ഡോമർ ബോസിന്റെ ഇരയാണവൻ, അതുകൊണ്ട് നമ്മൾ ആരും അവനെ കൊല്ലാനോ അടിക്കാനോ പാടില്ല. അവന്റെ ജീവൻ എടുക്കാനുള്ള അവകാശം അത് ഡോമറിന് മാത്രമാണെന്ന് ഇപ്പൊ അവൻ പറയും. ആക്ച്വലി വില്ലന്മാരുടെ യഥാർത്ഥ ടാർഗറ്റ് അത് മറ്റാരുമല്ല, നമ്മുടെ ചപ്രത്തലേനാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള പവറുള്ള ഫ്യൂച്ചറിലെ സൂപ്പർ ഹീറോസിനെയാണ് അവരിപ്പോ ടാർഗറ്റ് ചെയ്യുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ ചപ്രത്തലേന് ചുറ്റും ഒരുപാട് വില്ലന്മാര് അങ്ങനെ റൗണ്ട് ചെയ്യും. വില്ലന്മാരെല്ലാവരും
തലങ്ങും വിലങ്ങും നിന്ന് അവനെ അറഞ്ചം പൊറഞ്ചം അടിക്കും. പക്ഷെ ചപ്രത്തലയും വിടില്ല. അവൻ വിട്ടുകൊടുക്കാതെ അവന്റെ ഫുൾ പവർ എടുത്ത് കറങ്ങി അടിക്കുകയാണ്. അപ്പൊ ഏതോ ഒരു വില്ലൻ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ചപ്രത്തലേന്റെ നേർക്ക് ഒരു സ്പെഷ്യൽ വെപ്പൻ ഉപയോഗിക്കും. അപ്പൊ ടോഡറോക്കി അവൻ അവിടേക്ക് ഓടി വന്ന് അവന്റെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് അവന്റെ ഐസ് പവർ കൊണ്ട് വലിയൊരു മതില് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ജസ്റ്റ് മിസ്സിന് ഇപ്പൊ ചപ്രത്തലയൻ അവൻ രക്ഷപ്പെട്ടു. ഇത്രയൊക്കെ നടന്നിട്ടും ചപ്രത്തലയൻ അവൻ വിട്ടുകൊടുക്കില്ല. അവൻ ആ വില്ലന്റെ പിന്നാലെ ഓടി അവനെ തകർക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ വില്ലൻ അവൻ വീണ്ടും വീണ്ടും എന്തൊക്കെയോ ആയുധങ്ങള് ഇപ്പൊ ചപ്രത്തലയന് നോക്കി വലിച്ചെറിയും. അതിന് ടോഡറോക്കി അവന്റെ പവർ ഉപയോഗിച്ച് ആയുധങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് ചപ്രത്തലേന്റെ കൂടെ തന്നെ ഓടും. ചപ്രത്തലേനാണെങ്കിൽ അവന്റെ ഫയർ പവർ അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ അവന്റെ ഫയർ പവർ ഉപയോഗിച്ച ആ കാട് തന്നെ മുഴുവനായിട്ടും കത്തും. ആ തീ കൺട്രോൾ ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല. കാടിന് ചുറ്റും വില്ലന്മാര് ആ ഒരു പോയിസൺ ഗ്യാസ് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ പുറത്തേക്ക് രക്ഷപ്പെട്ട് ഓടാനും കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ കെറ്റല് അവൻ ആ മാസ്ക് ഒക്കെ ഇട്ട് ഫോഗിന്റെ ഇടയിലൂടെ അങ്ങനെ മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും അവനൊരു കാര്യം മനസ്സിലാവുക. സാക്ഷാൽ മാൻഡില് അവൻ ടെലിപോർട്ട് വഴിയാണ് ഇപ്പൊ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഉറപ്പായിട്ടും മാൻഡിലുള്ള സ്ഥലത്ത് ഈ ഒരു ഫോഗ് അതുണ്ടാവില്ല. അവൻ ആ കാര്യം ഇപ്പൊ ടെക്സസുവിന്റെ അടുത്ത് പറയും. ഈ ഫോഗ് അതൊരുപാട് ദൂരം വരെ സ്പ്രെഡ് ആവുന്നില്ല. ആരോ ഒരാള് കാടിന്റെ ഏതോ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ഫോഗ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അവനെ കണ്ടുപിടിച്ച് തല്ലി കൊല്ലുകയാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഇത് ക്രോസ് ചെയ്ത് പുറത്തെത്താം. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ ഓടി ഓടി ആ ഒരു വില്ലനെ അവനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും. ടെക്സസും അവനെ കണ്ടതും ചാടി വീണ് പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ കൂളായിട്ട് ഒരു ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഹീറോ അവൻ ആ കാട് മുഴുവൻ കേറിയിറങ്ങി ചപ്രത്തലയൻ അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയം വില്ലന്റെ ബുള്ളറ്റ് അത് ടെക്സസുവിന്റെ മാസ്കിൽ കൊള്ളും. ആ മാസ്ക് ബ്രേക്കായി ഇപ്പൊ വിഷപ്പുക അത് ആ മാസ്കിൽ മുഴുവൻ ഫില്ലാവാൻ തുടങ്ങും. അവൻ ശ്വാസം പിടിച്ചു വെച്ച് ആ വില്ലനെ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ ചറപറ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട് കെറ്റോ ആളുടെ കൈ വലുതാക്കി അതുപയോഗിച്ച് ആ വില്ലനെ ഇപ്പൊ വീശി അടിക്കും. ആ ഒരു അടിയില് അവൻ തെറിച്ചുപോയി അടിച്ചു വീഴും. വീണ്ടും അവൻ കൈ ശക്തിയായിട്ട് വീശി വില്ലന്റെ കയ്യിലുള്ള ആ തോക്ക് അത് തട്ടിയെടുത്ത് ഇപ്പൊ കൈക്കലാക്കും. അവൻ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തപ്പോഴേ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. അവന്റെ ആകെയുള്ള പവർ ഈ ഒരു ഫോഗ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പൊ ടെക്സസോ അവന്റെ ഇരുമ്പ് കൈവച്ച് വില്ലനെ അവസാനമായിട്ട് ഒരൊറ്റ അടി. ആ അടിയില് വില്ലന്റെ കാറ്റ് പോയി അവൻ ഓൺ ദ സ്പോട്ടില് ഇപ്പൊ ഫ്ലാറ്റ് ആവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ചപ്പർത്തലേനെ തേടിപ്പോയ നമ്മുടെ ഹീറോയെ ഏതോ ഒരു വില്ലൻ ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ സോജി അത് കണ്ട് ആ ഒരു വില്ലനെ ഇപ്പൊ സ്പോട്ടിൽ തന്നെ കൊന്നുകളയും. മറ്റൊരു ഭാഗത്ത് കാക്കത്തലയൻ അവന്റെ ഷാഡോ പവറിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൻ ഒരുപാട് കഷ്ടപ്പെടും. അത് കണ്ട് ഹീറോ അവൻ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോപ്പൊളി.